Dear friends, let us discuss Canadian literature today. And as you all know, Canadian literature has some similarities with African, American, and Indian literature in the sense that the English people came to Canada as colonizers, and before they came, there was a very rich and powerful stream of Aboriginal literature in Canada too. കാനഡയിൽ നിലനിന്നിരുന്ന തദ്ദേശീയ സാഹിത്യവും വളരെ വലിയ ഒരു സമ്പന്നമായ ഒരു സാഹിത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കാനഡയിൽ നോക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളുള്ളതായിട്ട് കാണാം. ഒന്ന് അബോറിജിനൽസിൻ്റെ ആദിമ നിവാസികളുടെ സാഹിത്യം, 2 ഫ്രഞ്ച് കനേഡിയൻ ലിറ്ററേച്ചർ, 3 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്. 16-ാം നൂറ്റാണ്ടിൽ വരെ കാനഡ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് 7 Years വാർ ഉണ്ടാവുന്നത്. അതിനുശേഷം കാനഡ ഒരു ഇംഗ്ലീഷ് കോളനിയായി മാറി. 1867 അതൊരു കോൺഫെഡറേഷനായി മാറുകയും ചെയ്തു. തുടർന്ന് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നിന്നും, നോർത്ത് അമേരിക്കയിൽ നിന്നും, അതായത് ഇപ്പോഴത്തെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ധാരാളം ആളുകൾ കാനഡയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയിലെ സംസ്കാരം എന്ന് പറയുന്നത് യൂറോപ്യനാണ്. അബോറിജിനൽ സംസ്കാരമുണ്ട്, അതോടൊപ്പം തന്നെ അമേരിക്കൻ സംസ്കാരവും നമുക്ക് കാണാം. ഇതാണ് കാനഡയുടെ ഒരു പ്രത്യേകത. ഇത് ലിറ്ററേച്ചറിലും പ്രതിഫലിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാനഡയിലെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാലും പല ഭാഷയിലാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും മാത്രമല്ല, പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കൂടുതൽ സാഹിത്യ രചനകൾ നടക്കുന്നത് ഇംഗ്ലീഷിലും അത് കഴിഞ്ഞാൽ ഫ്രഞ്ചിലുമാണെങ്കിലും ജർമ്മൻ ഭാഷയിലും ഗെയ്ലിക്, യിദ്ദിഷ്, ഐസ്ലാൻഡിക്, ഉക്രൈനിയൻ തുടങ്ങിയ നിരവധി ഭാഷകളിൽ സാഹിത്യ രചന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബോറിജിനൽ ലിറ്ററേച്ചർ നിലനിൽക്കുന്നത് ക്രീ, ഹെയ്ദ, ഇനുക്റ്റിക്കുട്ട്, ഒജിബ്വ തുടങ്ങിയ ഭാഷകളിലാണ്. അത് പലതും നമുക്കറിയാവുന്നതുപോലെ തന്നെ വാമൊഴിയായിട്ട് മാത്രം നിലനിൽക്കുന്നതുമാണ്. ഓറൽ ലിറ്ററേച്ചറാണ്. പക്ഷേ ഓറൽ ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത അതിങ്ങനെ വാമൊഴിയായി തലമുറ കൈമാറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ എക്സാക്ട് ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ കാനഡ. 17th century ആണ് ന്യൂ ഫൗണ്ട് ലാൻഡിൽ കവിതകൾ രചിക്കപ്പെടുന്നത്. ന്യൂ ഫൗണ്ട് ലാൻഡിലെ സെറ്റിൽമെൻറ്റ് പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള കവിതകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ മറ്റ് ചില സെറ്റിൽമെൻറ്റുകളിലും ഒക്കെ തന്നെ യാത്രയുടെയൊക്കെ ഭാഗമായിട്ട് എക്സ്പ്ലോറേഴ്സ് റൈറ്റിംഗ്, അവരുടെ ഈ വിവരണങ്ങളൊക്കെ പ്രോസ് ആയി അല്ലെങ്കിൽ ഗദ്യരൂപത്തിൽ എഴുതാൻ തുടങ്ങിയതാണ് വേറൊരു സംഭവവികാസം. അവരുടെ വിവരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യാത്ര ചെയ്യുന്നു, അതുകൊണ്ട് കുറേ ആളുകളെ കാണുന്നു, കുറേ പ്രദേശങ്ങളുമായി ബന്ധം വരുന്നു, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യൂബെക്, ഇന്നിപ്പോൾ കാനഡയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായ ക്യൂബെക്കിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഗാരിസൺ പട്ടാള ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളുകളുടെ അനുഭവങ്ങൾ, അവിടെയുള്ള ആളുകൾ എപ്പിസ്റ്റോളറി ഫിക്ഷൻ, എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞാൽ ലെറ്ററിൻ്റെ രൂപത്തിലാണ് എന്നാണ് അർത്ഥം. ഫിക്ഷൻ കഥകളും നീണ്ട കഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പൊളിറ്റിക്കൽ വേഴ്സ് സറ്റയർ, പൊളിറ്റിക്കലായി ഉള്ള എതിരാളികളെ കളിയാക്കിക്കൊണ്ടുള്ള കവിതാശകലങ്ങൾ, കവിതകൾ എഴുതുക, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലേഖനങ്ങൾ ന്യൂസ് പേപ്പറുകളിലും മാഗസിനുകളിലും ഉണ്ടാവുക, ഇതൊക്കെ 18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. 18-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, മാഗസിനുകളും ന്യൂസ് പേപ്പറുകളും നിലവിൽ വരുന്നതും അതോടൊപ്പം തന്നെ അവ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നതും 18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത വിമൻ റൈറ്റേഴ്സാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാനഡയിലെ ആദ്യത്തെ വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരാൾ ഫ്രാൻസിസ് ബ്രൂക്ക് ആണ്. അവരുടെ നോവലാണ് ആദ്യത്തെ കനേഡിയൻ ആൻഡ് നോർത്ത് അമേരിക്കൻ നോവൽ എന്ന് വിളിക്കാവുന്ന ദ ഹിസ്റ്ററി ഓഫ് എമിലി മൊണ്ടേഗു എന്ന് പറയുന്ന 1769 എഴുതിയിട്ടുള്ള നോവൽ. വേറൊന്ന് ആദ്യത്തെ കനേഡിയൻ ഓതർ എഴുതിയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് സിസ്റ്റർ ഉർസുലാസ് കോൺവെൻറ്റ് ഔർ ദ നൺ ഓഫ് കാനഡ എന്ന് പറയുന്ന നോവലാണ്. അത് എഴുതിയിരിക്കുന്നത് ജൂലിയ കാതറിൻ ബാക്ക് വിത്ത് ഹാർട്ട് ആണ്. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തേത് ഒരു ഇംഗ്ലീഷ് ബോൺ ആണ് ഓതറെങ്കിൽ രണ്ടാമത്തേത് കനേഡിയൻ ബോൺ ആണ്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്.
അത് ആ കാലത്ത് തന്നെ സൂസന്ന മൂഡി എഴുതിയിട്ടുള്ള രണ്ട് നോവൽ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഈ സെറ്റിൽമെൻറ്റ് നെററ്റീവ് എന്ന് വിളിക്കാവുന്ന രണ്ടെണ്ണമാണ് റഫിങ് ഇറ്റ് ഇൻ ദ ബുഷ്, ലൈഫ് ഇൻ ദ ക്ലിയറിങ്സ് എന്നുള്ളത്. ഏർലി സെറ്റിൽമെൻറ്റിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ കാതറിൻ പാർട്രാളിൻ്റെ ഷോർട്ട് പേഴ്സണൽ ആണ് ദ ബാക്ക്വുഡ്സ് ഓഫ് കാനഡ എന്ന് പറയുന്നതും കനേഡിയൻ ക്രൂസോസ് എന്ന് പറയുന്നതും. ഇയറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇത് ഷോർട്ട് ഫിക്ഷൻ നെററ്റീവ്സ് ആണ്, ഷോർട്ട് പേഴ്സണൽ ഫിക്ഷണൽ നെററ്റീവ്സ് ആണ്. ഇത്തരത്തിലുള്ള ധാരാളം ഈ രൂപത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ അക്കാലത്ത് ഇറങ്ങിയിരുന്നു. ആന്തോളജികൾ ഇറങ്ങിയിരുന്നു, കഥകളും അതുപോലെ തന്നെ കവിതകളും ആന്തോളജി ഇറങ്ങിയിരുന്നു. അതിലൊന്നാണ് തോമസ് ചാൻഡലർ ഹാലിബർട്ടൻ്റെ ദ ക്ലോക്ക് മേക്കർ എന്നുള്ള ആന്തോളജി. 19th സെഞ്ച്വറിയിൽ ആണ് റൊമാൻറ്റിസിസത്തെ സർജ് ചെയ്യുന്നത്. റൊമാൻറ്റിക് പോയറ്റ്സ് വർ ഓൾസോ നോൺ ആസ് കോൺഫെഡറേറ്റ് പോയറ്റ്സ് ഓർ കോൺഫെഡറേഷൻ പോയറ്റ്സ്. അതിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ വിൽഫ്രഡ് ക്യാമ്പൽ, ആർച്ചിബാൽഡ് ലാംപ്മാൻ, ഡങ്കൻ ക്യാമ്പൽ സ്കോട്ട്, ചാൾസ് ജി.ഡി എന്നിവരൊക്കെയാണ്. ഇവരുടെ ഇത് കൂടുതലായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന പ്രിൻ്റ് ഔട്ടിലുണ്ട്. ഇവർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ഇമിറ്റേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് വേർഡ്സ്വർത്ത്, ഷെല്ലി തുടങ്ങിയവരെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നവരാണ് ഇവരിൽ അധികവും. ലിറ്ററേച്ചർ ആക്ച്വലി റിസീവ്ഡ് എ shot in the arm with the establishment of schools and universities after Canada became a confederation in 1867. അതോടുകൂടി വിദ്യാഭ്യാസം കൂടുതൽ പരക്കുകയും കൂടുതൽ എഴുത്തുകൾ ഉണ്ടാവുകയും യാത്രകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഫിലോസോഫിക്കൽ, സയൻറ്റിഫിക്, ട്രാവൽ, റിപ്പർട്ടോറിയൽ റൈറ്റിംഗ് ഒക്കെ ധാരാളമായിട്ടുണ്ടായി. അക്കാലത്തെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീകളുടെ വോട്ടവകാശം, ദേശീയത, അതുപോലെ തന്നെ നിരോധനം, പ്രൊഹിബിഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഇംഗ്ലീഷുകാരാണ് എഴുതിക്കൊണ്ടിരുന്നത്, എയ്തർ ഫ്രം അമേരിക്ക ഓർ ഫ്രം യൂറോപ്പ് എന്നുള്ള രീതിയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. നേറ്റീവ് കനേഡിയൻസിൻ്റെ സാഹിത്യപരമായ സംഭാവനകൾ വളരെ കുറവായിരുന്നു. ഇക്കാലത്ത് ചില ഹിസ്റ്റോറിക്കൽ റൊമാൻസസിൻ്റെ പേര് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഹ്യൂമറസ് അക്കൗണ്ട്സ്, അന്നും പ്രധാനമായ നിത്യജീവിതത്തിൽ കാണുന്ന അനുഭവങ്ങളെ കാണിക്കുന്ന രചനകളുണ്ടായിരുന്നു. ഇതിന് പുറമെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് വരുന്ന ഒന്ന് ഒരു സറ്റയർ ഓഫ് യൂട്ടോപ്പിയൻ സൊസൈറ്റി, അതാണ് ഒന്ന്. അത് റൊമാൻറ്റിസിസത്തിനെതിരായിട്ട്, റൊമാൻറ്റിസിസം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി റൊമാൻറ്റിക് കൃതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൃതിയാണ് ജെയിംസ് ഡി മില്ലിൻ്റെ സ്ട്രേഞ്ച് മാൻ ഫൗണ്ട് ഇൻ എ കോപ്പർ സിലിണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കാലത്ത് എഴുതപ്പെട്ട വേറൊരു ഓർഫൻ ഗേളിൻ്റെ പേര് പറയുന്ന ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന് പറയുന്ന പുസ്തകം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് 19th സെഞ്ച്വറിയിൽ. 20th സെഞ്ച്വറിയിൽ വരുമ്പോഴത്തേക്കും സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഈസ് കണ്ടിന്യൂയിങ് ബിക്കോസ് കാനഡ ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ ബ്യൂട്ടിഫുൾ എക്സലൻറ്റ് പ്ലേസ് ടു മൈഗ്രേറ്റ് ടു. അപ്പോൾ അങ്ങനെ മൈഗ്രേഷൻ യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ വലിയ തോതിൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് 20th സെഞ്ച്വറിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ തുടക്കത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. മറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറും പോലെ തന്നെ ലോകമാകമാനം സോഷ്യൽ റിയലിസത്തിൻ്റെ ഒരു ഉണർച്ച കണ്ട കാലമാണ്. കനേഡിയൻ ലിറ്ററേച്ചറിലും അത് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല, അങ്ങനെ തന്നെയായിരുന്നു. കനേഡിയൻ ആധുനികത, കനേഡിയൻ മോഡേണിറ്റി വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ സോഷ്യൽ റിയലിസം ആൻഡ് ക്രിറ്റിസിസം ഓഫ് ഇമ്പീരിയലിസം ബിക്കോസ് ഇറ്റ് വാസ് എ കൊളോണിയൽ സൊസൈറ്റി. അതുപോലെ തന്നെ 1917 ആകുമ്പോഴത്തേക്കും ഒന്നാം ലോക യുദ്ധം വരുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ ആൻറ്റി വാർ, യുദ്ധവിരുദ്ധ മൂല്യങ്ങൾ, യുദ്ധവിരുദ്ധ ആദർശങ്ങളൊക്കെ വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുന്ന എഴുത്തുകാരുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേണിറ്റി 19-20 നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആധുനിക കാലമാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അത് പാരമ്പര്യമായും അതുപോലെ തന്നെ യാഥാസ്ഥിതികതയുമായും വലിയ സംഘർഷത്തിലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആധുനികത കടന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരം സംഘർഷങ്ങൾ അക്കാലഘട്ടത്തിലെ നോവലുകളിൽ ഉണ്ടായിരുന്നു.
അതിലൊരു പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നോവലിസ്റ്റാണ് സ്റ്റീഫൻ ലീകോക്ക്. അദ്ദേഹത്തിൻ്റെ നോവലുകളും അദ്ദേഹത്തിൻ്റെ മറ്റ് എഴുത്തുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ റിയലിസത്തിൽ അടിയുറച്ച് അല്ലെങ്കിൽ ആൻറ്റി വാർ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള നോവലിസ്റ്റുകളുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ആൻറ്റി വാർ നോവൽസിൽ പ്രധാനപ്പെട്ടത് ഡഗ്ലസ് ഡേർക്കിൻ്റെ ദ മാക്പൈ എന്ന നോവൽ, തന്നെ ഹാരിസന്റെ ജനറൽസ് ഡൈ ഇൻ ദെയർ ബെഡ് എന്നിവയാണ്. വളരെ യുദ്ധത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭീകരതകളെ എടുത്തു കാണിക്കുന്ന നോവലുകളാണ് ഇതെല്ലാം. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് തുടക്കം കുറിക്കുന്നതും 1927 ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് ജൽന എന്ന് പറയുന്ന നോവലോട് കൂടിയിട്ടാണ്. അതിൻ്റെ സെക്വൽസും ഇറങ്ങിയിട്ടുണ്ട്. എഴുതിയത് മെസോ ഡി ലാ റോക്ക് ആണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഫിക്ഷനുകളുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കവിതയിൽ ഇക്കാലത്താണ് ഈ മക്ഗിൽ ക്യാമ്പ് അഥവാ മോൺട്രിയൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഉയർന്നു വരുന്നത്. ആധുനിക കാലഘട്ടത്തിൻ്റെ, അതായത് രണ്ടാം ലോകയുദ്ധത്തിൻ്റെയും ഒന്നാം ലോകയുദ്ധത്തിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക ശിഥിലീകരണം, അന്യവൽക്കരണം, അതുപോലെ തന്നെ ഏർബൻ സോഫിസ്റ്റിക്കേഷൻ, അതുപോലെ തന്നെ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി, 1929 മഹാമാന്ദ്യം, ഇതൊക്കെ വലിയ തോതിൽ തങ്ങളുടെ കവിതകളിൽ ഇതിവൃത്തമായി സ്വീകരിച്ച ആളുകളാണ് എ.എം. മക്ലീൻ, അതുപോലെ എഫ്.ആർ. സ്കോട്ട്, എ.ജെ.എം. സ്മിത്ത്, ലിയോ കെന്നഡി തുടങ്ങി ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ നിര കവികൾ. അവരെ പൊതുവെ പറയുന്ന പേരാണ് മോൺട്രിയൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മക്ഗിൽ ഗ്രൂപ്പ് ഓർ മക്ഗിൽ സ്കൂൾ എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഫിക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ, അതുപോലെ തന്നെ സോഷ്യൽ, പൊളിറ്റിക്കൽ, 3 തരത്തിലുള്ള തീമുകളാണ് അക്കാലത്ത് ഫിക്ഷനിൽ ഉണ്ടായിരുന്നത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 3 തീമുകളാണ്. കണ്ടംപററി ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനഡ ഈസ് നൗ എ മൾട്ടി കൾച്ചറൽ കോസ്മോപൊളിറ്റൻ കൺട്രി. കോസ്മോപൊളിറ്റൻ മീൻസ് ഇറ്റ്സ് എ കൺട്രി വിത്ത് എ കോസ്മോപൊളിറ്റൻ കൾച്ചർ. അവിടെ നിലനിൽക്കുന്നതും ഒരു മൾട്ടി ലിംഗ്വൽ അറ്റ്മോസ്ഫിയറാണ്. ഇറ്റ്സ് എ റാദർ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ഫ്രീ കൺട്രി. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള സാഹിത്യമാണ് ഉണ്ടായത്. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കണ്ടംപററി പോസ്റ്റ് വാർ ലിറ്ററേച്ചറിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രിപ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹിത്യ സങ്കേതമാണ്. ട്രിപ്റ്റിക് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്, ക്ലോസ്ലി റിലേറ്റഡ് ഓർ കോൺട്രാസ്റ്റിംഗ് തീംസ്, 3 എണ്ണം. അത് ചിത്രത്തിലാണ് ആദ്യം വന്നത്, ചിത്രകലയിലാണ് വന്നത്. അവിടെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ഓർ കോൺട്രാസ്റ്റീവ് ആയിട്ടുള്ള 3 ചിത്രങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നതിനെയാണ് സാഹിത്യത്തിൽ അത്തരത്തിലുള്ള 3 തീമുകൾ അല്ലെങ്കിൽ 3 ദൃശ്യങ്ങൾ അല്ലെങ്കിൽ 3 സന്ദർഭങ്ങൾ ജക്സ്റ്റാപോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിപ്റ്റിക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ടെക്നിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് നാരറ്റീവാണ്. ആ ശൈഥില്യം സൂചിപ്പിക്കുന്ന രീതിയിൽ തുടർച്ചയില്ലായ്മയുടേതായിട്ടുള്ള നെററ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ബൈലിംഗ്വൽ ടെക്സ്റ്റുകൾ, 2 ഭാഷയിലുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാവുക എന്നുള്ളത് അക്കാലത്തെ ഫിക്ഷൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഫിക്ഷനിലും അതുപോലെ തന്നെ നാടകത്തിലും കവിതയിലും ഉണ്ടായിരുന്നു. കാലഘട്ടത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ, ഫിക്ഷനിൽ പ്രത്യേകിച്ച് ആലിസ് മൺറോയെ പോലെയുള്ള, അലിസ്റ്റെയർ മക്ലിയോഡിനെ പോലെയുള്ള ആളുകൾ ധാരാളം ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളുകളാണ്. അവരുടെ തീം എന്ന് പറയുന്നതും വളരെ വേരിഡാണ്. some were dealing with ecology and some were dealing with class experience in the 20th century. അതുപോലെ തന്നെ ഫെമിനിസം, നാഷണലിസം തുടങ്ങിയ നിരവധിയായ ഡൈവേഴ്സ് തീംസിൻ്റെ ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാലത്ത് ഏറ്റവും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് മാർഗരറ്റ് അറ്റ്വുഡ്. അവരുടെ സർഫേസിംഗ് വാസ് റിട്ടൺ in 1972 ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ബ്ലൈൻഡ് അസാസിൻ വാസ് റിട്ടൺ in 2000. അത് അവരുടെ വളരെ സജീവമായ എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ മാർഗരറ്റ് ലോറൻസ് അതുപോലെ തന്നെയാണ്. ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൾട്ടി കൾച്ചറലിസം, ഡിഫറെൻറ്റ് പീപ്പിൾ, സം ഓഫ് ദം ആർ ഡയസ്പോറിക് റൈറ്റേഴ്സ്, സം ഓഫ് ദം ആർ കമ്മിങ് ഫ്രം ഏഷ്യ, സം ഓഫ് ദം ആർ ഫ്രം ആഫ്രിക്ക, സം ആർ ഫ്രം അതർ പാർട്ട് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിങ് യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. ഇങ്ങനെ പല ഭാഗത്തു നിന്നുള്ള
ആളുകളുണ്ട്. അതിൽ ചില ആളുകളെയൊക്കെ നമുക്കറിയാം. ഭാരതി മുഖർജി, റോഹിൻടൺ മിസ്ട്രി, സച്ച് എ ലോങ് ജേണി ഒക്കെ എഴുതിയിട്ടുള്ള റോഹിൻടൺ മിസ്ട്രി ഇന്ന് കനഡിയൻ ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. നിരവധി എഴുത്തുകാർ, അതിൽ മൈക്കൽ ഒണ്ടാജെ, ജോവാ റാക്കിൾ തുടങ്ങിയ ആളുകളൊക്കെ വളരെ പ്രസിദ്ധരാണ്. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മൾട്ടി കൾച്ചറലിസം, മൾട്ടി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പോൾ റോഹിൻടൺ മിസ്ട്രിയുടെ നോവലൊക്കെ ഇറ്റ് വാസ് സെറ്റ് ഇൻ ബോംബെ. അപ്പോൾ സച്ച് എ ലോങ് ജേണി എന്ന് പറയുന്ന നോവൽ അതിൻ്റെ ബേസ് ബോംബെ. അതുപോലെ മൈക്കൽ ഒണ്ടാജെ വേറൊരു ഏഷ്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടി കൾച്ചറൽ, മൾട്ടി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സാഹിത്യമാണ് ഇന്ന് കനേഡിയൻ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, there is a renewed interest in native literature and culture. Like in America, like in Africa, people are going back to the tradition and roots and history. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായിരുന്ന ഇമ്പീരിയൽ പ്രാക്ടീസസ്, ചില ആധുനിക കാലഘട്ടത്തിലെ വംശവിദ്വേഷത്തെ അല്ലെങ്കിൽ യൂറോപ്യൻ സുപ്രീമസിയെ കാണിക്കുന്ന ചില വഴക്കങ്ങൾക്കെതിരായി സാഹിത്യകാരന്മാർ എടുത്ത ഒരു കൗണ്ടർ സ്ട്രാറ്റജി, ഒരു പ്രതിരോധം ആണ് ഈ ട്രഡീഷണൽ ആർട്ട് റിവൈവ്, ഫോക്ക് സ്റ്റിക്സ് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്. അത് പലതരത്തിൽ ചെയ്യുന്നുണ്ട്. ചിലത് ഓറൽ ക്ലാസിക്സിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഓറൽ ക്ലാസിക്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളുടെ പേരുണ്ട്. അവർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചില ആളുകൾ ചെയ്തത്. ചില ആളുകൾ അവരുടെ കവിതയിൽ ഈ ട്രഡീഷണൽ റിതം, ഈ നൃത്തതാളങ്ങൾ, വന്യമായ താളങ്ങൾ കവിതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ കൗണ്ടർ സ്ട്രാറ്റജി എന്ന നിലയ്ക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള തീമാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് കനേഡിയൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.